എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെ നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ രുചി തരുന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കണം. അതായത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലോട് കൂടിയിട്ടുള്ള 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ നമ്മൾ പൊടിച്ച മസാലയിൽ നിന്നും 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുക്കുമ്പം നമ്മൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മളിവിടെ ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, 5-6 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മട്ടൻ വേവുന്ന വരെ വേവിക്കാം. ഞാനിവിടെ ഒരു 6 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ റിഫൈൻഡ് ഓയിലിലേക്ക് ഒരു 3 വലിയ സവാള നീളത്തിലരിഞ്ഞതും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ഒന്നും ആകുന്നവരെ വഴറ്റണ്ട. ഒന്ന് വഴണ്ട് വന്നിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 2 തക്കാളി നീളത്തിലരിഞ്ഞത് ചേർക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണിയിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കും. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാല തയ്യാറാക്കുമ്പോൾ മല്ലി കുറച്ച് ചേർക്കാറുണ്ട്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മല്ലിയും കൂടെ ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഗ്രീക്ക് യോഗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തൈര് ചേർത്താലും മതി. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. പിന്നെ നമ്മൾ ആ മട്ടൻ വേവിച്ച സ്റ്റോക്ക് ഇതിലേക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മട്ടനും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് ചെറുതീയിൽ മട്ടനിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ ചെറുതീയിൽ ഒന്ന് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ബസ്മതി റൈസാണ് വേണ്ടത്. ബസ്മതി റൈസ് അല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല അരി എടുത്താലും മതി. ഇത് ചെറിയ ബസ്മതി റൈസാണ്, നല്ല ഫ്ലേവർ ഉള്ളതാണ്. ഞാനിവിടെ വില്ലീസിൽ നിന്ന് മേടിച്ചാണ്. നല്ല റൈസാണ്. ഇതുവരെ വാങ്ങാത്തൊരു ട്രൈ ചെയ്ത് നോക്കണം. ആ റൈസ് അധികം വേവില്ലാത്തതാണ്, അതുകൊണ്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ നെയ്ച്ചോറിലിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഒന്ന് വറുത്ത് കോരി മാറ്റാം. കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും കൂടെ വറുത്ത് കോരുന്നുണ്ട്. പിന്നെ ആ ഒരു സവാളയുടെ പകുതി നമുക്കിനി നെയ്ച്ചോറിലേക്ക് എടുക്കാം. അതും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെന്ന് 1 ടീസ്പൂൺ ഒന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് ഈ നെയ്ച്ചോറിൽ ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നെയ്ച്ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില. അപ്പോൾ നമ്മളിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നെയ്ച്ചോറിന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നെയ്ച്ചോറിന് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് കറക്റ്റ് ഉപ്പ് വരുന്നത്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇതിലേക്ക് ചേർക്കാം. ഈ അരിയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളവന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ ഈ അരി വെന്ത് കിട്ടും. ഒന്ന് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് തീ ഒന്ന് പകുതിയൊക്കെ കുറയ്ക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മതി ഈ ചോറ് വേവാനായിട്ട്. അപ്പോൾ ഈ അരിയുടെ ഒരു വേവാണ് ഞാൻ പറഞ്ഞത്. ഓരോ അരിക്കും വേവിൻ്റെ ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ മസാല ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അടി കെട്ടിയുള്ളത്. അതിലേക്ക് ചോറ് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും താഴെ മട്ടൻ്റെ ഗ്രേവിയും മുകളിലായിട്ട് ചോറ്. എപ്പോഴും നമ്മൾ നെയ്ച്ചോറ് നല്ല ചൂടോടുകൂടി വേണം ദം ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ആ മട്ടൻ്റെ ഗ്രേവി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് ഇടയ്ക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ റൈസിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും അതുപോലെ മല്ലിയില, പുതിനയിലയും കൂടി ലെയർ ചെയ്യുക. ഈ പ്രോസസ്സ് ഇത് നിറയുന്നിടം വരെ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഒരു അലുമിനിയം ഫോയിൽ കവർ ചെയ്തതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ഞാനിപ്പം ഇത് ദം ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. കാരണം ഈ അരി ഒരുപാടങ്ങ് വെന്ത് പോകുമല്ലെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
അപ്പോൾ ഈ ബിരിയാണി ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, ഇരുന്നാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ റൈസ് വേവിച്ചപ്പം 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, അത് മറക്കാതെ ചേർക്കുക. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാൻ നേരം ആവശ്യത്തിനുള്ള മട്ടൺ പീസസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചോറിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളുമാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അരി വറ്റിച്ചുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ അരി ഒരു 1/4 വേവ് ആകുമ്പോൾ ഊറ്റിയതിന് ശേഷം ലെയർ ചെയ്തെടുത്താലും മതി. അന്നേരം കുറച്ചുകൂടെ നേരം ഇതൊന്ന് ദം ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്